ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ഇതൊരു 3 ലെയറായിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി പാല് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി പുഡിങ്ങിലേക്കുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അല്പം പാലൊഴിച്ചതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ലൂസ് ബാറ്ററാക്കി ഇതെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ കസ്റ്റർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ലെയർ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും തിളച്ച് വന്നതിന് ശേഷം പകുതി പാല് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിൽ നിന്ന് പകുതി പാല് കോരി മാറ്റാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഈ പാലിലേക്ക് തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് വേണം ഈ ഒരു കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകിപ്പോവും, കട്ടയായി പോവും. ഇനി ഇത് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നല്ലൊരു ക്രീമി ഒരു ടെക്സ്ചറായി വരും. ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ക്രീമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു കസ്റ്റർഡ് മിക്സ് വേണ്ടത്. ഇനി ഇതല്പം ചൂടാറിയതിന് ശേഷം ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പുഡിംഗ് ട്രേയിൽ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള കസ്റ്റർഡ് മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അല്പം ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓരോ ബൗളിലും ഇതുപോലെ ഇങ്ങനെ പകുതി നമുക്കിതുപോലെ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ കസ്റ്റർഡ് മിക്സ് അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഇതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് റൂഹഫ്സയാണ്. ആ റൂഹഫ്സയുടെ സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അല്പം പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ട് വരും ഇത്. അപ്പോൾ ഈ ഒരു റൂഹഫ്സയുടെ മണവും ആ ഒരു ടേസ്റ്റൊക്കെ ഈ ഒരു പുഡിങ്ങിലാകുമ്പോൾ ഒരു പുഡിങ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ സെക്കൻഡ് ലെയറിനുള്ള നേരത്തെ മാറ്റി വെച്ച പാല് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഓൾറെഡി മധുരമൊക്കെ ചേർത്തതുകൊണ്ട് ഇനി മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ച ഈ ഒരു മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അതും ഇതുപോലെ കൈയെടുക്കാതെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ ഏകദേശം നമ്മുടെ പുഡിംഗ് മിക്സൊക്കെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് ലെയറും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു പുഡിംഗ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു വെറൈറ്റി പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇപ്പോൾ എല്ലാ ബൗളിലേക്കും ഞാനിതുപോലെ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് ലെയറായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതും ഇതിൻ്റെ മുകളിലിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതും കൂടി ഇട്ട് നമ്മൾ ഇത് സെറ്റാക്കി എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു അടിപൊളി പുഡിങ് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ബൗളിലേക്കും ഞാനിതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി അല്പം ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്താവും ഇതുപോലെ ക്രഷ് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും, അതുപോലെ തന്നെ കഴിക്കാനും. അങ്ങനെ ഇപ്പം നമ്മുടെ 3 ലെയർ പുഡിംഗ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പി. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.